ഹായ്, എല്ലാവർക്കും ശ്രീലക്ഷ്മി സുനീഷ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ചായ ഉണ്ടാക്കി, ചുക്കുവെള്ളം ഉണ്ടാക്കി, പിന്നെ അരിക്ക് വെള്ളം അടുപ്പത്ത് വെച്ച് തിളയ്ക്കുന്നുണ്ട്. കൂടെ നല്ല തിളക്കട്ടെ, എന്നിട്ട് അരി ഇടാന്ന് ഓർത്തിട്ടാണ്. അതിൻ്റെ ഇടയ്ക്ക് ഇതാ കട്ടൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തലയിൽ എണ്ണ തേച്ചിരിക്കുകയാണ്. എണ്ണ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് തേച്ചിട്ടതാണ്. നമ്മളപ്പം തന്നെ തേച്ചാണ് കൊണ്ടുപോയി കളഞ്ഞിട്ട് കാര്യമില്ല. ചുമയും ജലദോഷമൊക്കെ ഒരു ഭാഗത്തുണ്ടെങ്കിലും കുളിക്കാതിരിക്കാൻ വയ്യ. ഡോക്ടർമാർ ആശുപത്രിയിൽ ചെന്നാലും എന്താ പറയാറ്, 2 നേരം കുളിക്കണം എന്നൊക്കെ പറയാം. പക്ഷെ 2 നേരം കുളിച്ചിട്ടില്ലെങ്കിലും ഒരു നേരം കുളിച്ച് ഒരു നേരം മേൽ കഴിഞ്ഞാലും സമാധാനമുണ്ട്. അപ്പോൾ ഈ ചൂടിനൊക്കെ നമ്മൾ കുളിക്കാതെയും നനയ്ക്കാതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. ചുമന്നല രാത്രി തൊണ്ട കൂടാതെ 2 മണി 3 മണി വരെ തൊണ്ട ഒമഞ്ഞ് ചുമക്കുക. ലാസ്റ്റ് ഞാനൊരു തുണി കഴുത്തിൽ ഇങ്ങനെ ലൂസാക്കിയിട്ട് ഇങ്ങനെ ചുറ്റിക്കെട്ടി, കാരണം കാറ്റ് തട്ടാതിരിക്കുക. ഇവക്കാണെങ്കിൽ ഇവക്ക് ഫാന് വേണം, എനിക്കാണെങ്കിൽ ഫാനിൻ്റെ കാറ്റ് രാത്രിയിൽ പൊതുവെ. പകൽ പിന്നെ നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ പോകും. രാത്രി എനിക്ക് ഫാനിൻ്റെ കാറ്റ് പറ്റൂല. അതുകൊണ്ടല്ലേ കണ്ണൊന്നും ഇപ്പോഴും ശരിയായിട്ടില്ല. അലർജി നേരെ കണ്ണിനെ ബാധിക്കുക കേട്ടോ. കണ്ണടയും കൂടി ഇല്ലെങ്കിൽ എൻ്റെ കഥ പറയും വേണം. എല്ലാവർക്കും ജലദോഷം പിടിച്ചാൽ മൂക്ക് വെള്ളം വരിക, അങ്ങനെ എനിക്ക് തുമ്മലും കണ്ണിൽ നിന്നാണ് വെള്ളം വരിക. കണ്ണിൻ്റെ തടക്കട് വീങ്ങി കണ്ണ് ചുമന്ന കളർ അലർജീൻ്റെ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്നലെ ഞാൻ കുറേ നേരം അമ്മേൻ്റെ വീട്ടിൽ നിന്ന് ചെറിയമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു രാത്രി. 2 ദിവസം ഞങ്ങളെ വിളി കാണാനിട്ട്. അപ്പോൾ ഞാൻ ചുമ അതായത് നിൽക്കാതെ വന്നിട്ട് തൊണ്ട ഒമഞ്ഞിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി ഇങ്ങനെ കുടിച്ച് കുറച്ചൊരു സമാധാനം കിട്ടി. അത് കഴിഞ്ഞ് ഇപ്പോൾ പിന്നെ പങ്കജകസ്തൂരി കുറേ കഴിച്ചുകൊണ്ട് കുത്തിന്നു. ലാസ്റ്റ് പങ്കജകസ്തൂരി വായിലിട്ട് അലിച്ചലിച്ച് അങ്ങനെ കിടന്നു. ഈ തുണിയും ചുറ്റി കൊണ്ട് കിടന്നു. അങ്ങനെ നേരം കൊടുത്തു. കുറച്ചൊരു സമാധാനം ഉണ്ടെങ്കിൽ ഇങ്ങനെ തൊണ്ട ഒമയുന്നുണ്ട്. ഈ കാലാവസ്ഥ മാറുന്നതിനനുസരിച്ച്. അപ്പം ഇനി രാവിലെ തന്നെ വേർക്കാൻ തുടങ്ങി. കുളിക്കാൻ പോകാനും പേടിയാണ്. എണ്ണ തേച്ച് അധികം നേരം ഇരിക്കാനും പേടിയാണ്. വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നല്ല തിളക്കട്ടെ നോർത്തേക്ക്. ഒന്നാമത് തിളപ്പിക്കാത്ത വെള്ളം ഭയങ്കര പേടിയാണ്. കാരണം ഒരു തവണ വെള്ളത്തിൽ നിന്നൊന്നല്ലാതെ എങ്ങനെ പകർന്ന് ഞാൻ പണിക്ക് പോയ അവിടെ നിന്നെങ്ങാണ്ട് അവിടെ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യണം, അവിടെ നിന്നെങ്ങാണ്ട് പറ്റിയതാണ് അരിപ്ര. അപ്പോൾ എലിപ്പനി മഞ്ഞപ്പിത്തൊക്കെ വന്ന് ബാക്കിയായതാണ്. ഞാൻ എന്തോന്നറിയില്ല, ദൈവത്തിൻ്റെ ഒരു കൽപ്പന ഇതായിരിക്കും. കുറച്ചും കൂടി ജീവിച്ചിരിക്കണം എന്നായിരിക്കും. ആ ജീവിച്ചിരുന്നതും എനിക്ക് കഷ്ടകാലമാണ്. അന്നങ്ങനെ പോയാൽ മതിയെന്ന്. പക്ഷേ ദൈവം ഓരോരുത്തർക്കും ഓരോ തലവര ഉണ്ടല്ലോ, നിശ്ചയം. ആ സമയത്തല്ലേ പോകും. ഒരുപാട് കഷ്ടപ്പാട് നോക്കും. എൻ്റെ മകയിരം നാളാണ്. മകയിരം നാളിൽ 48 വയസ്സ് വരെ ഒരുപാട് കഷ്ടപ്പാടുകളും വേദനകളും അനുഭവിച്ച് ജീവിക്കണമെന്നാണ് ജാതകത്തിൻ്റെ നോക്കിയപ്പോൾ കണ്ടിട്ടുള്ളത്. ആ 48 വയസ്സ് വരെ അനുഭവിക്കേണ്ടത് ഞാൻ തന്നെയാണെന്ന് എനിക്ക് ജ്യോതിഷന്മാരൊന്നും പറയാതെ തന്നെ അറിയാം. കാരണം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലോ. നമ്മളെ കാര്യങ്ങൾ നമ്മളിപ്പോൾ ജ്യോതിഷമൊന്നും നോക്കാതെ തന്നെ നമുക്കറിയാം. അപ്പോൾ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. എന്തെങ്കിലും തീരും എന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ തീരുന്ന സമയം വരേക്ക് നമ്മൾ ഉണ്ടാവും തോന്നണില്ല. കാരണം അതിനിടയ്ക്ക് തന്നെ നമ്മൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴാണെന്നറിയില്ല. നമുക്ക് ഒരു മനക്കട്ടി ദൈവം തന്നിട്ടുണ്ട്. ആ മനക്കട്ടി ഇതുപോലെ എന്താ പറയുക, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാന്ന് അറിയാൻ പറ്റില്ല. അത്രമാത്രം പ്രയാസം നേരിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. കാലാവസാനത്തിൻ്റെ ഓരോരോ തുടക്കങ്ങൾ അതുപോലെ തോന്നുന്നുണ്ട്. പിന്നെ ഇപ്പോൾ കുളിക്കണം, അരി കഴുകിയിട്ടിട്ട് കുളിക്കാൻ പോകും. അത് കുളിച്ച് വരുമ്പോഴേക്ക് അരി വേവുള്ളൂ. ചാക്കരിയ പറഞ്ഞിട്ട് കല്ല കുറച്ചൊന്ന് വേവുണ്ട്. ഞാൻ കറണ്ട് അടുപ്പിലാണ് വയ്ക്കുന്നത്. വിറക് കത്തിച്ചാൽ എനിക്ക് പുക അടിക്കാൻ പറ്റില്ല. പുക അടിച്ചു കഴിഞ്ഞാൽ അതിലേറെ അതായിരിക്കും. പുക കയറാൻ പാടില്ല. ചില മണങ്ങളൊന്നും എനിക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ശ്രീലക്ഷ്മി എന്താ പറയുക, ഗുഡ് മോർണിംഗ് പറയും. എന്തൊരു ചത്ത ഗുഡ് മോർണിംഗ്.
നീക്കണുള്ളൂ, അത് നീക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ അപ്പോൾ കട്ടൻ ചായ തട്ടോ കുടിച്ചുകൊണ്ടിരിക്കുക, ചൂടിൽ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടിച്ചിട്ട് വേണം അരി കഴുകിയിട്ട് കുളിക്കാൻ. താലിമാലയൊക്കെ ഞാൻ ഊരി വെച്ചിട്ട്, കാരണം എനിക്ക് തോന്നി അതുകൊണ്ടൊന്നും പ്രയോജനമില്ല. എന്നാൽ ഞാൻ അങ്ങാടിപ്പുറത്തുനിന്ന് ജപിച്ച ശ്രീരുദ്രം ജപിച്ച് കിട്ടിയ രുദ്രാക്ഷേണിൻ്റെ കഴുത്തിൽ ഞാൻ താലിയൊക്കെ ഊരി വെച്ചു. നമ്മൾ കുറേ താലി കെട്ടിയിട്ടൊന്നും കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, താനീൻ്റെ അതിൽ ഓരോരോ കാര്യങ്ങളുണ്ട് കേട്ടോ. ഊരി വെക്കാൻ പാടില്ല, ഒഴിവാക്കിയിട്ടുണ്ടെങ്കിലല്ലേ ഊരി വെക്കാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നി അത് ഊരി വെച്ചാലും ഊരി വെച്ചിട്ടില്ലെങ്കിലൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പം അതുകൊണ്ട് എൻ്റെ വിശ്വാസം ഞാൻ അങ്ങനെ ചെയ്യും. അപ്പോൾ അതാ ഞാൻ രുദ്രാക്ഷ കെട്ടിയിട്ടാണ് നടക്കുന്നത്. എനിക്ക് ഇതിനോടൊരു വിശ്വാസമുണ്ട്. ഈ വിശ്വാസം എന്നെ രക്ഷപ്പെടുത്തും. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ബെല്ലൈക്കണൊക്കെ അടിച്ച് പൊട്ടിക്കുക. താങ്ക് യു.